കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. 80 km/h വേഗതയിൽ ഓടുന്ന തീവണ്ടി എതിർദിശയിൽ മണിക്കൂറിൽ 10 km/h വേഗതയിൽ ഓടുന്ന ഒരാളെ കടന്നു പോകാൻ 8 സെക്കൻഡ് എടുത്തെങ്കിൽ തീവണ്ടിയുടെ നീളം കാണാനാണ്. അപ്പോൾ 2 വേഗതകൾ ആ ചോദ്യത്തിലുണ്ട്. തീവണ്ടിയുടെ ഉണ്ട്, ആ വ്യക്തിയുടെയും ഉണ്ട്. ആ വ്യക്തി മൂവിങ് ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഡയറക്ഷൻ ആദ്യം നോക്കുക. ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. ഡയറക്ഷൻ ഓപ്പോസിറ്റ് എങ്കിൽ ആപേക്ഷിക വേഗത കാണുന്ന ഇക്വേഷൻ എന്താ? വേഗതകളെ തമ്മിൽ കൂട്ടി വെച്ചാൽ മതി. 2 പേരുടെയും വേഗതകൾ തമ്മിൽ കൂട്ടി വെച്ചാൽ മതി. ഡയറക്ഷൻ സെയിം ആണെങ്കിൽ നമ്മൾ കുറച്ച് വെക്കും. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് കൂട്ടി വെക്കുന്നു. ട്രെയിനിൻ്റെ വേഗത 80 ആണ്, ആ വ്യക്തിയുടെ വേഗത 10 ആണ്. അപ്പോൾ ഇവിടെ ആപേക്ഷിക വേഗത എത്ര എന്ന് ചോദിച്ചാൽ 90 km/h ആണ്. ഇനിയും ചോദ്യത്തിൽ പറയുന്നത് 8 സെക്കൻഡ് സമയം കൊണ്ട് ആ വ്യക്തിയെ മറികടന്നു പോയെന്ന 8 സെക്കൻഡ് സമയം കൊണ്ട്. നമുക്ക് ഡിസ്റ്റൻസ് കണ്ടാൽ മതി. ഡിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ എൻ്റെ കുട്ടികൾക്കറിയാം. സ്പീഡ് ഇൻറ്റു ടൈമാ. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ടൈം തന്നിരിക്കുന്നത് സെക്കൻഡിലാണ്, സ്പീഡ് തന്നിരിക്കുന്നത് മണിക്കൂറിലാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യണ്ടേ? km/h കിടക്കുന്ന ആളെ മീറ്റർ/സെക്കൻഡിലേക്ക് കൊണ്ടുവരണ്ടായോ? km/h കിടക്കുന്ന ആളെ മീറ്റർ/സെക്കൻഡിലോട്ട്. അതിൻ്റെ ഷോർട്ട് കട്ട് എന്താ? 5/8 കൊണ്ട് ഗുണിച്ചാൽ മതി. നമുക്കറിയാം km/h കിടക്കുന്ന ഒരു വേഗതയെ മീറ്റർ/സെക്കൻഡിൽ കൊണ്ടുവരാൻ 5/8 കൊണ്ട് ഗുണിച്ചാൽ മതി. 18ഉം 90ഉം 5 വെച്ച് വെട്ടിപ്പോ. അപ്പോൾ അതിൻ്റെ വേഗത എത്ര എന്ന് ചോദിച്ചാൽ 5 × 5 25 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ ആണോ? യൂണിറ്റ് സെയിം ആയല്ലോ. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കുഴപ്പമില്ലല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ടെ. അപ്പം ഡിസ്റ്റൻസ് കാണാനായിട്ട് സ്പീഡായ 25 മീറ്റർ/സെക്കൻഡ് ഇൻറ്റു സമയമായി 8 സെക്കൻഡ്. 25 × 8 200 മീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിൻ്റെ നീളം എത്ര എന്ന് ചോദിച്ചാൽ 200 മീറ്റർ ആണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ശരി, താങ്ക്